അങ്ങകലെ അങ്ങകലെ മണ്ണിൻ പുതുമണമുണ്ടേ മണ്ണിൻ പുതുമണമുണ്ടേ. അത് വേറെ നല്ല കുട്ടാ. ഈ രുക്മിണി അവിടെ വയറിളകി തൂറ്റിട്ട് മാറ്റിച്ചതാ. ഹായ് ഗൈസ്, നസൽ കിങ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ ചങ്കുമച്ചമാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ പേര് ബണ്ണി. അപ്പോൾ അവന് ഇന്ന് എനിക്കൊരു കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നൊരു കോൾ അവൻ വിളിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഉഡായിപ്പ് പരിപാടി ഉണ്ടാവും. അത് നൈസായിട്ട് എൻ്റെ തലയ്ക്ക് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അവന് കോള് വിളിക്കാറുള്ളത്. അല്ലെങ്കിൽ വല്ല വോയിസ് മെസ്സേജ് എന്തെങ്കിലുമൊക്കെ ഇടുള്ളൂ. കോള് വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഒരു ഉഡായിപ്പ് പരിപാടി അവൻ്റെ കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അവനാണ് ബണ്ണി. അതാണ് എൻ്റെ ഉഡായിപ്പ് പരിപാടിയുള്ള എൻ്റെ കൂട്ടുകാരൻ. ഓക്കെ, അപ്പോൾ അവൻ ഇന്ന് ഒരു കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ഉഡായിപ്പ് പരിപാടി ഉണ്ടാവും, അല്ലാണ്ട് എന്തായാലും അവൻ വിളിക്കാണ്ടിരിക്കില്ല. അപ്പോൾ അവൻ ഇന്ന് എന്നെ കോള് വിളിച്ചിട്ട് പറഞ്ഞത്, എടാ ടിൻറ്റു, നീ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ വർക്ക് ഏരിയൻ്റെ അവിടെ കൊണ്ടുപോയി വെക്ക്. അടുത്ത ലോഡ് വരുമ്പോൾ ആ ലോഡ് ഇറക്കുന്ന ടൈമിൽ ഇത് അവിടെ കൊണ്ടുപോയി വെക്കാൻ ടൈം കിട്ടില്ല. അപ്പോൾ ഈ മിക്സി, ഫാൻ, AC അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടുപോയിട്ടേ നമ്മളെ വർക്ക് ഏരിയൻ്റെ അവിടെ കൊണ്ടുപോയി ഇപ്പം തന്നെ വെച്ചോ. അതിന് ഇനിയും ടൈം ഇല്ലല്ലോ, കൊണ്ടുപോയി വെക്കട അവിടെ. ശരി ശരി, ഞാൻ എടുത്ത് വെക്കാം. ഞാൻ എടുത്തുവെച്ചതിന് ശേഷം എനിക്ക് ഐസ്ക്രീം മേടിക്കാനുള്ള പൈസ തരണേ. ഐസ്ക്രീം മേടിക്കാനുള്ള പൈസ അല്ലേ, അതൊക്കെ ഞാൻ തരണ്ടേ. നീ ആദ്യം ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്ക്. അപ്പോഴേക്ക് ഈ കാറൊന്ന് ഞാൻ അങ്ങോട്ട് കയറ്റിട്ടിട്ട് വേഗം വരാം. നമ്മളെ പിള്ളേരെ ലോഡായിട്ട് വരുമ്പോൾ സാധനങ്ങൾ ഇറക്കുമ്പോൾ ഈ കാറ് ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഈ കാറൊന്ന് അങ്ങോട്ട് കയറ്റിട്ടിട്ട് ഞാൻ വേഗം വരാം. അപ്പോഴേക്കും നീ ഇതൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ എനിക്ക് ഐസ്ക്രീം മേടിക്കാനുള്ള പൈസ ഞാൻ തരണ്ട്. ഓക്കെ, അങ്ങനെ കാറൊക്കെ കയറ്റിട്ടിട്ടുണ്ട്. ഈ ടിൻറ്റു ഇതൊന്നും എടുത്തു വെച്ചില്ലേ? അങ്ങനത്തെ എന്തൊരു കോള്, ബണ്ണിയാണല്ലോ. ഹലോ നാക്സേ, സുഖമല്ലേ? എനിക്ക് സുഖം തന്നെ. എന്തപ്പോ നീ വിളിച്ചേ? ഞാൻ എന്തപ്പോ വിളിച്ചെന്ന് പറഞ്ഞാല്, ഒന്നും പറഞ്ഞു നിൽക്കാൻ ടൈമില്ല. ഞാൻ ഒരു ലൊക്കേഷൻ അയച്ചുതരാം, നീ അങ്ങോട്ട് വേഗം വായോ. ഒന്നും പറഞ്ഞു നിൽക്കാൻ ടൈമില്ല, ഞാൻ ഇപ്പൊ തന്നെ കോള് കട്ട് ചെയ്യാൻ പോവാണ്, നീ വേഗം വായോ. പറഞ്ഞിട്ട് പോടാ. ഹലോ, അത് നമ്മൾ ഉഡായിപ്പ് ബണ്ണിയോടെ വിളിച്ചേ. എന്തോ ഉഡായിപ്പ് ഉണ്ട്. അതെ ഗൈസ്, അങ്ങനെ എന്തോ ഒരു ഉഡായിപ്പ് ഉള്ളതുകൊണ്ടാണ് അവന് ഇപ്പം എന്നെ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവൻ വിട്ടെന്ന ലൊക്കേഷനിൽ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ടിൻറ്റു ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. ഓക്കെ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ 500 കൂടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അവൻ വിട്ടെന്ന ലൊക്കേഷനിലേക്ക് പോകാം. എടാ, ഐസ്ക്രീം വായി നോക്കി ടിൻറ്റു വന്ന് വണ്ടി കയറ്. എടാ ഭയങ്കര, ഞാൻ ഈ കാറിൽ കയറുന്ന ടൈം നോക്കി നീ ഫുള്ളും തീർത്താ. കേമൻ തന്നെ നീ. അത് കാണാണ്ടിരിക്കോ, ഇത് ഞാനല്ല മോൻ, ടിൻറ്റു മോൻ. ടിൻറ്റുമോന് ഐസ്ക്രീം കഴിച്ചിട്ട് മോനാവാണ്ടിരുന്നാ മതി. എന്തോ മിക്കത് കടയിൽ ഇറങ്ങിയിട്ടുള്ളൂ, അപ്പത്തിന് എനിക്ക് ടൂക്ക്. അതെന്തോന്നടി, ഊക്കണേന് നേരം കാലൊക്കെ ഉണ്ടാ? പിന്നെ ഊക്കണേന് നേരവും കാലൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിനനുസരിച്ച സാഹചര്യം കൂടി നമുക്ക് ഒത്തുവരണം. അല്ലാണ്ട് ഒന്നുമില്ലാണ്ട് ചെന്നിടിച്ചു കയറി കൊടുത്തിട്ടുണ്ടെങ്കില് ഡബിള് കിട്ടിയിട്ട് മിണ്ടാണ്ട് ഉണ്ട് പോകേണ്ടി വരും. ചേടേ, നിനക്കെന്തോ കിട്ടിയ പോലെ വർത്താനം പറയണ. അയ്യോ, എനിക്കാര് തരാനിക്ക, ഞാനല്ല അങ്ങോട്ട് കൊടുക്കാറുള്ളത്. അതുകൊണ്ടല്ല സ്കൂളിലത്തെ മെയിൻ ആയിട്ട് ഞാൻ നടക്കുന്നത്. ടിൻറ്റു
ദ സ്കൂൾ മെയിൻ പീപ്പിൾ. എന്തോന്നടേ മെയിൻ പീപ്പിളിയാ? അതെ, ഇക്ക കേട്ടിട്ടില്ലേ മെയിൻ പീപ്പിള്? ആ പേര് കേൾക്കുന്നുണ്ടല്ലോ ഒരു രോമാഞ്ചൊക്കെ വരുന്നേ. നല്ലൊരു പഞ്ചായിട്ടുള്ള ഒരു പേരാണിത്, മെയിൻ പീപ്പിള്. ഇക്കാന്റെ അഭിപ്രായം എന്താ? ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ഈ പേര്? എനിക്കിഷ്ടപ്പെട്ടെന്നാ? അടെ എനിക്കിഷ്ടപ്പെട്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള പേര്. ഈ പേര് നിനക്ക് ഇട്ടോ? എനിക്ക് 1 രൂപയുടെ മുട്ടായി അവാർഡായിട്ട് കൊടുക്കണം. ശരിയാ. പിന്നെ ഇക്ക നമ്മളൊന്ന് എവിടക്ക പോണേ? നമ്മള് ഇപ്പൊ പോകുന്നത് ബണ്ണിന്റെ അടുത്തേക്കാ. പിന്നെ അവിടുന്ന് എവിടേക്ക് വേണമെങ്കിലും പോവാ, അതൊന്നും പറയാൻ പറ്റില്ല. ശരിയാ. ഡേയ്, നിനക്ക് കുറച്ചിപ്പോ ശരിയാക്കല് കൂടിണ്ടോന്നൊരു ഡൗട്ട്. കൊറേ നേരായി നീ ശരിയാക്കണ്. ശരിയാ. മിണ്ടരുത് നീ. നീ മിണ്ടുണ്ടെങ്കില് കാറിന്റെ ഡോർ തുറന്ന് ഞാൻ ആ കാനെ കണ്ട് തള്ളിയിടും. സോറിക്കാ. എന്താ അടിയാ തന്നെ? പിന്നെ നമ്മൾ എത്താറായിന്നല്ല, എത്തിക്കഴിഞ്ഞ്. അതാ അവിടെ ഒരു ഉടായിപ്പ് മാങ്ങാണ്ടി തലേന്നെ നീ കണ്ടില്ലേ? ആ, അപ്പൊ നമുക്ക് ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് വേഗം ആ ഉടായിപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് എന്താണ് ഇന്നത്തെ ഓന്റെ പരിപാടി എന്ന് അറിയാം. ഗൈസ്, ടിൻഡു നല്ല ആവേശത്തിലാണ്. അവനിക്കെന്തോ നിധി കിട്ടാൻ പോണ പോലെ ഉണ്ട് അവന്റെ ആവേശം കാണുമ്പോ. ശരിയാണ് കേട്ടോ. ഇക്കാക്കും അങ്ങനെ തോന്നിയില്ലേ? എനിക്കും അങ്ങനെ തോന്നി. എന്നാൽ എനിക്ക് തോന്നാത്തൊരു കാര്യം ഞാൻ പറയാൻ പോകുകയാണ്. മര്യാദക്ക് കാറിന്ന് ഇറങ്ങി വാടാ. സോറിക്കാ, ഞാൻ ആ കാര്യം മറന്നു. ഞാൻ നടന്നോട്. നീ വേഗം വായോ, എനിക്ക് നടക്കാനുള്ള ടൈമൊന്നുമില്ല. ഞാൻ വേഗം ഓടി പോട്ടെ. ഇക്ക ഓടി പോവാണെങ്കിൽ ഞാൻ ഓടി വരാം. ഇവനെ കൊണ്ട് ഇന്ന് ആരാന്നാവും ഞാൻ രാവിലെ കണി കണ്ട്. വേറെ ആരെ കണി കാണാൻ? ഇക്ക എന്നെ തന്നെയല്ലേ കണി കണ്ടത്. എവിടെ അവനെ കാണുന്നില്ലല്ലോ. എടാ ബണ്ണി. ഒരു മിനിറ്റടാ, ഞാനൊന്ന് മൂത്രം ഒഴിക്കട്ടെ. ഞാനെത്തി. ഇനി പറ, നീ എന്തിനാ എന്നെ വിളിച്ചിട്ട് എന്നോട് വരാൻ പറഞ്ഞേ? ഞാൻ നിന്നോട് വരാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, എനിക്കിന്ന് ഒരു ഓട്ടം കിട്ടി. ഈ ആടുകളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോണ ഓട്ടാണ്. നമ്മളെ ഇൻവൈറ്റാണ് എനിക്കത് സെറ്റ് തന്നത്. അപ്പൊ ഞാന് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ പോവാൻ നിന്നത്. അത് ശരി. എന്നിട്ടാണോ നീ ഇവരെ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എടാ, എന്നാ വരെ നീ അവിടെ കൊണ്ടുപോയി വിടടാ. കൊണ്ടുപോയി വിടായിരുന്നു, പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താടാ പ്രശ്നം? എടാ ടിൻഡു, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഏത്? ആവട്ടെ, എന്താണ് നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ വെക്കട്ടെ, നീ എനിക്കൊരു ഉപകാരം ചെയ്യും. എന്താടാ ഉപകാരം ചെയ്യാനാ? എന്ത് ഉപകാരാടാ നിനക്ക് ചെയ്യണ്ടേ? ഉപകാരം അത്രക്ക് വലിയ ഉപകാരം ഒന്നുമില്ല. എടാ, നീ ലോറി എടുത്തിട്ടേ ഈ ലോഡ് അവിടെ കൊണ്ട് എത്തിക്ക. എന്താടാ ലോഡ് അവിടെ കൊണ്ട് എത്തിക്കാനാ? എടാ പോടാ, നിന്നെയാണ് ഇമ്പായിക്ക് ഈ പണി ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നീ ഈ പണി ചെയ്താ മതി, മനസ്സിലായില്ലേ? എന്നെ കൊണ്ടൊന്നും വയ്യ. അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെയാടാ പറയണ്ടേ? നീ പറയേണ്ടത് ഞാൻ അവിടെ കൊണ്ടുപോയി വിടാന്ന് പറയും. എന്നാ ശരി. എടാ, നിന്റെ ഉടായിപ്പൊന്നും എന്റെ അടുത്ത് നടക്കില്ല. നീയേ ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വിടാന്ന് നോക്ക്. മോൻ ചെല്ല്. എന്നാ ശരി. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോവാ. ഇവരെ അവിടെ കൊണ്ടുപോയി വിടണേന് 9,000 രൂപ കിട്ടും. 9,000 രൂപ കിട്ടുന്നാ? ഇക്ക, ഇത് വെറുതെ കളയണ. സാധാരണ അവരവിടെ കൊണ്ടുപോയി വിടണേന് 3,000 റുപ്യ അങ്ങനെ കിട്ടാ. ഏറെ 3,000 റുപ്യ കിട്ടുള്ളൂ. 3,500. ഇത് 9,000 രൂപ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാല് വെറുതെ നമുക്ക് കളയണ. ഇതൊരു ലക്കി അടിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വെറുതെ കളയാൻ നിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ആടെ എനിക്കിപ്പോ അങ്ങനെ തന്നെ തോന്നുന്നു. നൈസായിട്ട് നമുക്ക് വേണ്ടി ആ ഓട്ടം പിടിക്കാം. എടാ എന്നാ ശരി, ഞാൻ അവരെ കൊണ്ടുപോയി വിടാം. നീ ഏതായാലും ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ ഇവരെ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കൊരു വിഷമാവും.
ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അവിടെ കൊണ്ടുപോയിടാം. യെസ്, ഗുഡ് ബോയ്. ആ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാൻ വിട്ടുപോയി. അല്ല, നിനക്കെന്താ കുഴപ്പം? ആ എടാ, എനിക്ക് കുഴപ്പമെന്ന് പറഞ്ഞാല് തണ്ടൽമ ചെറിയൊരു കുഴപ്പമുണ്ട്. അപ്പൊക്ക് അതേ നേരം ഇങ്ങനെ നിക്കാനും പറ്റില്ലേ, അതുകൊണ്ടാണ്. ഡാ, ഇനി നീ ഇരുന്നിട്ടല്ലടാ വണ്ടി ഓടിക്കുന്നത്, പിന്നെന്താ കുഴപ്പം? പറഞ്ഞാൽ അതും ശരിയാണല്ലോ. പഠിച്ച റബ്ബേ പെട്ടാ. ഓടാ, ഞാൻ മറന്ന്, എനിക്ക് തണ്ടൽമേലല്ല കാലുമേല വേദന. ശരിയടേ, ഞാൻ വിശ്വസിച്ച്. അല്ല, നിനക്ക് എന്റെ കാർ എടുത്തിട്ട് പോവാൻ പറ്റുമോ? പിന്നെന്താ, അതൊക്കെ സുഖമായിട്ട് പോവാ. പിന്നെ നിന്റെ കട ഇവിടെ അടുത്തല്ലേ, അപ്പൊ വേഗം എത്തുമല്ലോ, അപ്പൊ പേടിക്കാനില്ല. എന്നാ ശരി, നീ വണ്ടിയുടെ കീ കാട്ട്. വണ്ടിയുടെ കീ വണ്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നീ നിന്റെ കാറിന്റെ കീ ആദ്യം കാട്ട്. എന്റെ കാറിന്റെ കീ എന്റെ കാറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നാ ശരിയടാ, ഓക്കെ, എന്നാ ഞാൻ പോട്ടെട്ടാ. എടാ ടിൻഡു, വന്ന് വണ്ടി കേറ്. ഞാൻ വണ്ടി വന്ന് കേറി ഇരുന്നിട്ട് എന്റെ ചന്ദിന് തഴമ്പ്. അതേതായാലും നല്ലതാ, കാരണം പേനോണ്ട് എന്തെങ്കിലും എഴുതിയിട്ട് നിന്റെ കയ്യിൽ എന്തായാലും തഴമ്പ് വരില്ല. അപ്പൊ ഇരുന്നിട്ടെങ്കിലും നിന്റെ ചന്തിയിൽ തഴമ്പ് വന്നെങ്കിൽ അതിന് നിന്നെ ഞാന് പ്രോത്സാഹിപ്പിക്കുന്നില്ല, എങ്കിലും അഭിനന്ദിക്കുന്നു. താങ്ക്സ് ഇക്ക, താങ്ക് യു. പിന്നെ ഇക്ക, ഈ ആടകളെ കാഷ്ടത്തിന്റെ നാറ്റം എന്റെ പൊന്നോ എന്റെ മൂക്കിലേക്ക് അങ്ങ് അടിച്ചു കയറുന്നു. ബ്രാൻഡ് സാധനം അടിച്ച പോലെ ഉണ്ട്. ആടെ എന്റെ മൂക്കിലേക്ക് അങ്ങ് അടിച്ച് കയറുന്നുണ്ട്. പിന്നെ ആടുകളായോണ്ടാണ് പിന്നെ ഞാനത് സഹിച്ചു പിടിച്ചിരിക്കണ്. പിന്നെ 9,000 രൂപ കിട്ടുന്നുണ്ട്, അതുകൊണ്ടും കൂടിയാണ്. 9,000 രൂപ കിട്ടൂന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കുന്നത് എന്നു പറഞ്ഞ പോരെ. അതില് നമ്മളെ ആടുകളെ എന്തിനാണ് ഇതിക്ക് വലിച്ചേക്കുന്നത്? എടാ പോടാ, എനിക്ക് ആടുകളോട് സ്നേഹമില്ലാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ജീവി എന്ന് പറഞ്ഞാല് ഈ ആടും പൂച്ചയൊക്കെയാണ് കേട്ടാ. അല്ലാണ്ട് നിന്നെപ്പോഴത്തെ മരപ്പട്ടിനല്ലൊക്കെ കൂടുതൽ ഇഷ്ടം. സമ്മതിച്ചേ ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലേ. ഡേയ്, പിന്നെ അങ്ങനെയല്ലടാ പറയണ്ടേ? പിന്നെ എങ്ങനെയാ പറയണ്ടേ? നീ ഒന്ന് പറഞ്ഞേ. തൽക്കാലം ആ കാര്യത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. അല്ലെ ഐസ്ക്രീമിന്റെ കാര്യമാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ മോനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വായിന്ന് നല്ല പുളിച്ചത് എനിക്ക് കേൾക്കും. അയ്യൊക്കെ അങ്ങനെയൊന്നും പറയല്ലേ. ഇനി ഞാൻ ഐസ്ക്രീമിനെ കുറിച്ചിട്ട് ഒന്നും പറയില്ല. ഇക്ക കൂളാവും. ശരി, അതൊക്കെ അവിടെ വെക്കട്ടെ. പിന്നെ നമ്മളെ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടിനൊക്കെ കുറിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്? എടാ, അത് എന്നോടാണ് അവിടെ ചോദിക്കണ്ടേ എന്താ പറയണ്ടേന്ന്. നിന്റെ മനസ്സിൽ എന്തൊക്കെയാ തോന്നുന്നത് അതൊക്കെ ഉണ്ട് പറയ്. പറഞ്ഞാലും ഞാനല്ലേ പറയണ്ടേ. ഓക്കെ, അപ്പൊ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കില് സസ്പെൻഷന്റെ കാര്യം പറയുകയാണെങ്കില് സസ്പെൻഷനൊക്കെ നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വണ്ടിയുടെ ബ്രേക്ക് പിടിക്കുന്ന ടൈമില് പിടിച്ചുകൊടുത്ത് വണ്ടി കിട്ടണുണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടി കേറിയിട്ട് ഒരു ആനപ്പുറത്ത് കേറിയ പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ നമ്മളെ വണ്ടി ലെയ്ലാൻഡ് ആണ്. എടാ, അതെന്തിനാടാ പറയണത് വണ്ടി ലെയ്ലാൻഡ് ആണല്ലേ എന്നൊക്കെ? അത് നമ്മൾ സബ്സ്ക്രൈബ് മച്ചാമാര് ഈ വണ്ടി കണ്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായിണ്ടാവും ലെയ്ലാൻഡ് ആണല്ലേ എന്നൊക്കെ. അതൊക്കെ പ്രത്യേകിച്ചും പറയാനുണ്ടോ? പിന്നെ വേറെ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടോ? ഇല്ലക്ക, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാന് എന്റെ സബ്സ്ക്രൈബ് മച്ചാമാർക്കും പിന്നെ നമ്മളെ ആട്ടുകുട്ടികൾക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതാ ചെറുക്കനതാ നമ്മളെ ആട്ടുംകുട്ടികൾക്ക് വേണ്ടി പാട്ടൊക്കെ കണ്ടുപിടിച്ചേക്കണ്. ഇന്ന് നമ്മളെ ആടുകൾ ഇവന്റെ പാട്ടും കേട്ട് എൻജോയ് ചെയ്യും. ചെറുക്കൻ നല്ല പാട്ടുകാരനാ തോന്നുന്നു. അത് നീ പറഞ്ഞത് വളരെ ശരിയാണ് സുശീലേ. പിന്നെ അല്ല, നമ്മളെ ആട്ടുകുട്ടികൾക്ക് വേണ്ടി ഞാനൊരു പാട്ടൊന്ന് പാടില്ലെങ്കിൽ അതൊരു മോശല്ലേ. അപ്പൊ നമ്മളെ ആട്ടുകുട്ടികൾക്ക് എന്റെ വക പാട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ എനിക്കൊരു ഡൗട്ട്. എന്താടാ ഡൗട്ടാ? എന്താടാ നിന്റെ ഡൗട്ട്? സംഭവം വേറൊന്നുമില്ല. നമ്മളെ ബണ്ണിയേട്ടന് ഇക്കാക്ക് ജോലി ഏൽപ്പിച്ചു തന്നപ്പോ ഈ ജോലി ഏറ്റെടുക്കാൻ കാട്ടി മുമ്പ് 9,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ജോലി ഏറ്റെടുത്തത്. അപ്പൊ മൂപ്പര് ഉടായിപ്പിന്റെ ഉസ്താദാന്ന് ഞാൻ പറയാണ്ട് ഇക്കാക്ക് അറിയാലോ. അപ്പൊ ഈ 9,000 രൂപ കിട്ടൂന്ന് പറഞ്ഞത് നോണാണെങ്കില് ആ കാര്യത്തില് നിനക്ക് ഒരു ഡൗട്ടും വേണ്ട ടിൻഡു. കാരണം ബണ്ണി ഒരിക്കലും പൈസന്റെ കാര്യത്തില് എന്നോട് ഉടായ്പൊന്നും കാണിക്കില്ല. ചെറുക്കനിക്ക് എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒരു പണി കിട്ടുമ്പോൾ അത് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അവന് എനിക്കിട്ട് ആ പണി തരുന്നത്.
ഓക്കെ, അപ്പം അതുകൊണ്ട് പണീൻ്റെ എന്തെങ്കിലും കേസിൽ മാത്രമേ ഉഡായിപ്പ് കാണിക്കുള്ളൂ. പൈസന്റെ കാര്യത്തിലൊന്നും അവൻ അങ്ങനെ ഉഡായിപ്പൊന്നും കാണിക്കില്ല. അതിന് മാത്രമുള്ള ധൈര്യമൊന്നും അവനിക്കില്ല. ഓക്കെ, അങ്ങനെ ആ ഒരു കാര്യത്തില് സമാധാനായി. പിന്നെ ഈ പണി ബന്യാത്തനിക്കാക്ക് തന്നതുകൊണ്ട് ഇക്കാക്ക് വല്ല ദേഷ്യം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാ? പിന്നെ ദേഷ്യം ഇല്ലാണ്ടിരിക്കോ? വെറുതെ ഇരിക്കണ എന്റെ തലേക്ക് ഇവൻ ഈ പണി കെട്ടിവെച്ചെന്നില്ലേ? ഇപ്പൊ ഞാനിരിക്കുന്ന സ്ഥാനത്ത് ചെറുക്കൻ കസാരം ഇരുന്ന് ഫാൻ ഇട്ടയച്ച് സുഖമായിട്ടിരുന്ന് ഉറങ്ങിയിരിക്കും. പിന്നെ അവനക്കൊരു ഞാൻ പണി കൊടുക്കുന്നുണ്ട്. സംഭവം വേറൊന്നല്ല, ഇമ്പായിക്ക് എനിക്ക് 9,000 രൂപ തരുന്ന ടൈമില് ഞാനൊരു 1000 രൂപയും കൂടി കൂട്ടി ചോദിക്കും. അപ്പോൾ ഇമ്പായിക്ക് എനിക്ക് 1000 രൂപ കൂട്ടി തരും. അപ്പോൾ 9,000 രൂപക്ക് പകരം 10,000 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഇമ്പായിക്ക് എന്ത് ചെയ്യും? നൈസായിട്ട് 1000 രൂപ എന്ത് ചെയ്യും? ബണ്ണീൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അപ്പോൾ ബണ്ണീൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ പോവുകയും ചെയ്ത് നമുക്ക് 1000 രൂപ കിട്ടുകയും ചെയ്ത്. എങ്ങനെയുണ്ട്? ഇക്കാന്റെ ബുദ്ധി വിമാനമല്ല, റോക്കറ്റല്ല, ജട്ടിയാണ്. എന്താ ജട്ടിയാ? അയ്യോ സോറി, ഞാൻ ഉദ്ദേശിച്ചത് ജട്ടിന്നല്ല, ജെറ്റിലാണ്. ഞാൻ പെട്ടെന്നാണ്ട് തെറ്റിദ്ധരിച്ചു പോയി. ടിൻഡു, നീ 5ാം ക്ലാസ് അല്ല 6ാം ക്ലാസ്സായി. അപ്പോൾ വാക്കുകളൊക്കെ കുറച്ചിഞ്ഞ് നോക്കി കണ്ടൊക്കെ ഉപയോഗിക്ക്. എൻ്റെ മനസ്സിൽ പെട്ടെന്നാണ്ട് ജെറ്റ് പോലെ എടുക്കൊണ്ട് പോയി നീ അത് പറഞ്ഞപ്പോൾ. അപ്പോൾ 6ാം ക്ലാസ്സായി എന്നുള്ള ബോധം എപ്പോഴും വേണം. കഴിഞ്ഞ കൊല്ലം ഇക്ക് തന്നെ പറഞ്ഞത്, നീ 4ാം ക്ലാസ് അല്ല 5ാം ക്ലാസ് ഒന്ന്. അത് 6ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ നീ 5ാം ക്ലാസ് അല്ല 6ാം ക്ലാസ് ഒന്ന്. ഇത് പറയാൻ കാരണം എന്താന്ന്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലടേ. നീ ഓരോ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ നിനക്ക് ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ച് തരാണ്. നീ ഈ ക്ലാസ്സിലെത്തി ആ ക്ലാസ്സിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെങ്കിലും കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ശരി ശരി, ഞാൻ 6ാം ക്ലാസ് എത്തിന്നുള്ള ബോധം എനിക്കിപ്പോ നന്നായി ഉണ്ട്. പിന്നെ നമ്മളെ ആട്ടുകുട്ടികൾക്ക് വേണ്ടിട്ടുള്ള പാട്ട് എനിക്ക് തുടങ്ങിയാലോ? പിന്നല്ല, നീ അങ്ങോട്ട് തുടങ്ങടേ. ഞാൻ ഈ വർത്താനത്തിന്റെ ഇടയിൽ അത് പറയാൻ മറന്നുപോയി. ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പിന്നെ നീ ഏത് പാട്ട പാടാൻ പോണ്? അതൊക്കെ ഞാൻ പറയാം, ഇക്ക വെയിറ്റ് ചെയ്യും. ഓക്കേടാ, ഓക്കെ, എന്നാ ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. നീ പറയാളൊക്കെ പറഞ്ഞിട്ട് പാടിക്കോ. ഓക്കെ. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാന്ന് വെച്ചാൽ നമ്മളെ ആട്ടുംകുട്ടികൾക്ക് വേണ്ടിയും പിന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന നമ്മളുടെ സബ്സ്ക്രൈബ് മച്ചമാർക്ക് വേണ്ടിയും ഞാൻ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാന്ന് വെച്ചാൽ ആടുജീവിതം എന്ന് പറഞ്ഞ ഫിലിമീത്തെ അങ്ങാകലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മളെ പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്കിന്റെ കാര്യം മസ്റ്റ് ആക്കണം. എല്ലാവരും ലൈക്ക് അടിച്ചാണ്ട് പൊട്ടിക്കണം. ഇത് അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്റെ പടത്തറതെ എന്നെ രക്ഷിക്കണേ. അയ്യോ, എന്താടാ വയ്യേ നിനക്ക്? എന്ത് വയ്യേന്നാ? ഇപ്പൊ ജസ്റ്റ് മിസ്സിനിക്ക് ഇപ്പൊ വയ്യാണ്ടായിട്ട് കട്ടൽമ കിടക്കേണ്ടി വന്നേനെ. എന്താടേ പേടിച്ച നീ? ഇല്ല, എന്റെ ഒരു വളി പോയിന്നേ ഉള്ളൂ. ചേടേ, അതിന്റെ അടുക്ക് നീ വളി ഇട്ടാ? വെറുതെ അല്ല ഇവിടെ നാറിന്. ഞാൻ വിചാരിച്ചു നമ്മൾ ആട്ടുംകുട്ടിയിലെ ഏതെങ്കിലും ഒന്ന് അപ്പിട്ടായിരിക്കും. പിന്നല്ല മനസ്സിലായത് അതിന്റെ അടുത്തിരുന്ന് ഒരു പോത്ത് വളിയിട്ടെന്ന്. അയക്കാ കാര്യം വിട്. ഇതിലേക്ക് അങ്ങനത്തെ ഒരു വളവ് പെട്ടെന്ന് വളച്ചോണ്ടല്ലേ പോയത്. ഒന്ന് പറഞ്ഞിട്ടൊക്കെ വളക്കായിരുന്നില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഇത് വളക്കാൻ വേണ്ടി നിക്കാണെങ്കിലേ ബാക്കി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറയേണ്ടി വന്നേനെ. ഞാൻ കാര്യൊക്കെ വിട്. ഇതിലേക്ക് ഞാനങ്ങോട്ട് പാട്ടങ്ങോട്ട് തുടങ്ങിയാലോ? പിന്നല്ല, നീ പവറാക്ക്. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ പാടാൻ പോവുകയാണ്. അപ്പൊ എല്ലാരും ഒരു ലൈക്ക് അടിച്ച് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുക. ഞാനിതാ ഇപ്പൊ പാടാൻ പോവുകയാണ്. എന്നാ പിടിച്ചോ. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം. അങ്ങകലെ അങ്ങകലെ മണ്ണിൻ പുതുമണമുണ്ടേ, മണ്ണിൻ പുതുമണമുണ്ടേ. അത് വേറെ കുട്ടാ. ഈ രുക്മിണി അവിടെ വയറിറങ്ങി
വാരി തൂറ്റിട്ട് മാറ്റിട്ടതാ. അതിന്റെ മാറ്റം ഇതുവരെ എന്റെ മൂക്കിൽ പോയിട്ടില്ല. ഇനിയിപ്പോ അതൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുശീലേ. അങ്ങകലെ മണ്ണിൻ പുതുമഴ വീഴുന്നുണ്ട്, മണ്ണിൻ പുതുമഴ വീഴുന്നുണ്ട്. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ എന്നിരുന്നാലും അറിയുന്നുണ്ട് മിണ്ടാമൺ തരി വാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം. അപ്പൊ ഗൈസ്, എന്റെ പാട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എങ്ങനെയുണ്ട് എന്റെ പാട്ട്? പിന്നെ പൊളി പാട്ടടാ, ഒരു രക്ഷയില്ല. ഇതാരെ നീക്ക് പഠിപ്പിച്ചന്ന്? മോനിയാണോ? മോനി. അവൻ എന്റെ അത്ര പോലും നല്ലപോലെ പാടില്ല, പിന്നെയാണ് അവൻ എനിക്ക് പഠിപ്പിച്ചായിരുന്നു. അത് ശരി. അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. അപ്പൊ പഠിക്കണ കാര്യത്തില് അവനാണ് ടോപ്പ്. അതിൽ നീ എന്തായാലും പൊട്ടും. അപ്പൊ ആ കാര്യത്തിൽ നീ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടാ? പഠിക്കണ കാര്യത്തിൽ ഞാൻ ചിലപ്പോ പൊട്ടിന്നൊക്കെ ഇരിക്കും, പക്ഷെ കലാകാരകരമായിട്ടുള്ള കാര്യങ്ങളില് മോനിനെക്കാട്ടി ടോപ്പില് ഞാൻ. ശരിയടേ, ഞാൻ സമ്മതിച്ച്. പിന്നെ ടിൻഡു, നമ്മളെ സ്ഥലം എത്തിയിട്ടാ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളെ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു വളവിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളെ ഈ ഒരു വളവിലേക്ക് നമ്മളെ വണ്ടി എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി പോയാല് നമ്മളെ ആടള അറക്കാനുള്ള ഒരു പറമ്പ് എത്തുന്നതാണ്. അപ്പൊ നമ്മളെ ആടള ആദ്യം നന്നായി സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മളെ ആട്ടുമുട്ടികളെ സൗണ്ട് ഒന്നും കേൾക്കാനില്ല ഗൈസ്. ആടേ, അത് ഞാനും ശ്രദ്ധിച്ച്. നീ പാട്ട് പാടിയതിന്റെ ശേഷം അവരൊച്ചും ബഹളൊന്നും ഇപ്പൊ ഇല്ലാണ്ടായത്. ഓ ഗൈസ്, അത് ചിലപ്പോ ഞാൻ പാട്ട് പാടിയപ്പോ അവർക്ക് ഫീൽ ചെയ്തല്ലോ, അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു അവര് മിണ്ടാണ്ട് നിക്കുന്നത്. തന്നെ ഞാൻ വിശ്വസിച്ചടേ. പിന്നെ ടിൻഡു, നമ്മളെ ആടുകൾ ഇറക്കണ പറമ്പ് ഇതാണ്. നമ്മളെ ആടുകൾ ഇറക്കണതിന്റെ ഒപ്പം നിന്നെയും കൂടി ഇറക്കി വിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. അയ്യൊക്കെ, നിങ്ങൾ അത്രക്കും കടുത്ത ആലോചന ഒന്നും ആലോചിക്കല്ലേ, ഞാനൊരു പാവം. നീ പേടിക്കണ്ടടേ, ഞാൻ നിന്നെ വിടാനൊന്നും പോണില്ല. ഞാൻ വെറുതെ ഒരു ജോക്ക് അടിച്ചതല്ലേ. അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ ഒരു ജോക്ക്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എനിക്ക്. ട്രൈ ഒക്കെ ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് അത് കോളാക്കിയിട്ട് എന്റെ പേര് പറയാണ്ടിരുന്നാ മതി. ഒരിക്കലുമില്ല, ഇക്കാന്റെ പേര് ഞാന് ആരോടും പറയില്ല. അപ്പൊ ഗൈസ്, നമ്മളെ ഇക്കത വണ്ടിയൊക്കെ വളച്ച് റിവേഴ്സ് ഒക്കെ എടുത്ത് നമ്മളെ വണ്ടി ഇക്ക പാർക്ക് ചെയ്യുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളെ ആടുകളെ സ്ഥലത്ത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താലേ നമുക്ക് അതൊരു മോട്ടിവേഷൻ ആയിട്ട് ഒന്നും കൂടി ഇതിനെക്കാട്ടി നല്ല രീതിയിൽ വീഡിയോ ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.